ഇപ്പോൾ VHPയുടെ സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വിജി തമ്പി, ശബരിമല സ്വർണ്ണ കവർച്ച കേസ് വലിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ഒരു ഭാഗത്ത് CBIയുടെ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്ന് ദേശീയ പ്രസ്ഥാനങ്ങൾ, BJP, ഒപ്പം ഹൈന്ദവ സംഘടനകളൊക്കെ ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന വേളയിലാണ് ഇപ്പോൾ SIT നിർണായകമായ മറ്റു ചില കണ്ടെത്തലുകൾ നടത്തുന്നത്. അത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയുമായി ബന്ധപ്പെട്ടാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന നിഗമനത്തിലേക്ക് SIT ഈ ഘട്ടത്തിലെത്തുന്നു. അങ്ങനെ എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത് ശ്രീ വിജി തമ്പി? സ്വാമി ശരണം. കടകംപള്ളി ഇതിനകത്തൊരു പ്രധാന കണ്ണിയാണെന്ന് ആദ്യം മുതലേ ഞങ്ങൾ എല്ലാവരും പറയുന്ന കാര്യം ഒരു വഴിവിട്ട ബന്ധങ്ങൾ കടകംപള്ളിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചുള്ള മീറ്റിംഗ് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ തന്നെ കടകംപള്ളി 1 or 2 പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അറിവ്. ഒരാളുടെ വീട്ടിലേക്കൊരു മന്ത്രിയൊന്നും അങ്ങനെ പെട്ടെന്ന് പോവില്ലല്ലോ. പോകുന്നെങ്കിൽ അതിനകത്തൊരു അവിശുദ്ധമായ ഒരു ബന്ധമുണ്ട്. ആ അവിശുദ്ധമായ ബന്ധമാണ് പറയുന്നത്. അവിശുദ്ധമായ ബന്ധം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സാമ്പത്തിക ബന്ധം തന്നെയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഈ സാധനം അടിച്ചു മാറ്റിച്ചതിൽ പോലും കടകംപള്ളിയെ പോലുള്ള ആൾക്കാർക്ക് പങ്കുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കൊന്നും ഇത് ധൈര്യപൂർവ്വം ചെയ്യത്തില്ല. ആരോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെയ്യിച്ചതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് വെറും ഒരു ടൂളാണ്. ആ ടൂളിന്റെ പിന്നിലുള്ള ആളിനെയാണ് കണ്ടെത്തേണ്ടത്. ഇതാണ് ആദ്യം തൊട്ടേ ഞങ്ങൾ പറയുന്നത്. കാര്യം ഈ SIT ഇതുവരെ ഇവിടുന്ന് നഷ്ടപ്പെട്ട പണത്തിന്റെ കണക്ക്, ഈ സ്വർണം വിറ്റോ, സ്വർണം എങ്ങോട്ട് പോയി, ആ സ്വർണത്തിന് എത്ര രൂപ കിട്ടി, അത് വിലമതിക്കാനാവാത്തതാണ്. സ്വർണത്തിന്റെ വിലയല്ല എടുക്കേണ്ടത്. അതിൻ്റെ ഒരു ക്ഷേത്രത്തിലെ മുതലെന്ന് പറയുമ്പോൾ അത് ഈശ്വര ചൈതന്യമുള്ളതാണ്. ആ ഈശ്വര ചൈതന്യമുള്ള ആ സാധനത്തിന് വിലമതിക്കാനാവാത്ത വിലയാണ് ആ ആൾക്കാർ നിശ്ചയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എങ്ങോട്ടൊക്കെ പോയി, ആരുടെ കൈകളിലൊക്കെ പോയി, കടകംപള്ളിയിൽ മാത്രമേ ഇത് ഒതുങ്ങുമോ അതോ കടകംപള്ളിയിൽ നിന്ന് മുകളിലേക്ക് ഇത് പോകുമോ എന്നും കൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പല കാര്യങ്ങളും കൃത്യമായി ഇനി പുറത്തു വരണം. കാര്യം ഈ SITയെ തീരുമാനിച്ചതാരാണ്? ഹൈക്കോടതിയാണെങ്കിലും ആ SITയിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അന്ന് ശ്രീ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കൈയാളുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ളവർ തന്നെയായിരുന്നു. അപ്പൊ അവരുടെ കൈയും കാലും കെട്ടി കണ്ണും കെട്ടിയാണ് വിട്ടിരുന്നത്. ഇപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ കാര്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. ഈ കടകംപള്ളിയുടെ കാര്യമൊക്കെ അന്നോട്ട് പറഞ്ഞെങ്കിലും കടകംപള്ളിയൊന്നും ഒരു കാരണവശാലും ഒന്നും ചോദ്യം ചെയ്യുക പോലും ചെയ്തിട്ടില്ല. കടകംപള്ളി മാത്രമല്ല, ആ 3 കാലഘട്ടത്തിൽ വന്ന 2019 മുതൽ 2026 വരെ ദേവസ്വം ബോർഡ് കൈയാളിയ എല്ലാ ദേവസ്വം മന്ത്രിമാരും ഈ ലിസ്റ്റിൽ വരണം, എല്ലാ ദേവസ്വം പ്രസിഡന്റുമാരും വരണം, എല്ലാ മെമ്പർമാരും വരണം. കാര്യം ഇത് 2019 ഈ സംഭവം നടന്നെങ്കിലും ഓരോ പ്രാവശ്യവും ഇത് മൂടി വെക്കാൻ വേണ്ടി വീണ്ടും തിരിമറി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ അവസാന തിരിമറിയാണ് 2025 ഒക്ടോബറിൽ പുറത്തു വന്നത്. അതിനു മുമ്പ് എത്രയോ പ്രാവശ്യം തിരിമറി നടന്നിരിക്കുന്നു. ഓരോ പ്രാവശ്യവും കൊണ്ടുപോയി ഈ സ്വർണ്ണ പാളിക്ക് പകരം സ്വർണം പൂശുമ്പോൾ അതിന്റെ നിറം വാങ്ങുമ്പോൾ വീണ്ടും അഴിച്ചുകൊണ്ടേ പൂശും. എന്തുകൊണ്ടാണ് സ്വർണം പൂശേണ്ട അവസ്ഥ വന്നത്? സ്വർണ്ണ പാളി അടിച്ചു മാറ്റിയത് കൊണ്ടാണ്. അപ്പൊ ഇത് നിസ്സാര കാര്യമല്ല. ഇതൊരിക്കലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ അവസാനിക്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇതിന് മുന്നിൽ വമ്പൻ കൈകളുണ്ട്. അതായത് അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റ് സർക്കാരും അവര് നിയമിച്ച ദേവസ്വം ബോർഡും ആ ദേവസ്വം ബോർഡിലെ മെമ്പർമാരും ആ ദേവസ്വം ബോർഡ് കൈയാളുന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും ഇതിന് കണക്ക് പറയണം. പറഞ്ഞില്ലെങ്കിൽ അയ്യപ്പസ്വാമി അവരെ കൊണ്ട് പറയിക്കുക തന്നെ ചെയ്യും. ഓക്കെ.